and welcome to LK Group of Educational Services. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് കണ്ടു, റൈറ്റ് ടു ഇക്വാലിറ്റിയെ കുറിച്ച് കണ്ടു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയ ടോപ്പിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്, അതായത് റൈറ്റ് ടു ഫ്രീഡം. അപ്പോൾ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിലെ സെക്കൻഡ് കമ്പാർട്ട്മെന്റ്, ദാറ്റ് ഇസ് റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡം നമ്മൾ ബാക്കി എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ റൈറ്റ് ടു ഫ്രീഡം കുറച്ചുകൂടെ വലുതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ റൈറ്റ്സ് ഉണ്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ക്വിക്ക് ആൻഡ് സൂൺ വിൽ സ്റ്റാർട്ട് അവർ ടോപ്പിക്. റൈറ്റ് ടു ഫ്രീഡം. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എ. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ് ടു ഫ്രീഡം നമ്മൾ എടുക്കുമ്പോൾ ആദ്യത്തെ ആർട്ടിക്കിൾ സബ് ഡിവിഷൻ, ആർട്ടിക്കിൾ 19 തന്നെ ചെറിയ ചെറിയ സബ് ഡിവിഷൻസ് ഇനിയും ഉണ്ട്. അപ്പോൾ ഓരോ ആർട്ടിക്കിൾ, അതായത് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എ, അങ്ങനെ നമ്മൾ സബ് ഡിവിഷൻസ് ആയിട്ട് പോകും. അപ്പോൾ ആർട്ടിക്കിൾ 19 ഫസ്റ്റ് വൺ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഏതിലാണ് അത് പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എയിലാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം, നമുക്ക് വേറൊരു പ്രൊവിഷനെ കുറിച്ച് അറിയാം. അതായത് ആസ് എ ക്രിമിനൽ ഒഫൻസ്, അത് സിവിലും ആണ് ക്രിമിനലും ആണ്. സിവിലും ക്രിമിനൽ ആയിട്ടുള്ള ഒരു ഒഫൻസ് ഉണ്ട്. എന്താണത്? ഡെഫമേഷൻ അല്ലെങ്കിൽ ഡീഫാമേഷൻ എന്നൊക്കെ പറയും. ഡെഫമേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ കുറിച്ച് അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും പറയുമ്പോഴാണ് അതിന് ഡെഫമേഷൻ എന്ന് പറയാം. ഈ ഡെഫമേഷൻ എന്ന് പറയുന്നത് നമുക്ക് പറയാലോ, നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ് അണ്ടർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഞങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ് തന്നിട്ടുണ്ട്. ആ ഫണ്ടമെന്റൽ റൈറ്റിൽ വി ഹാവ് ഫ്രീഡം ഓഫ് സ്പീച്ച്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞൂടെ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. കാരണം ഈവൻ ദോ നമുക്കൊരു ഫണ്ടമെന്റൽ റൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. വേറൊരാളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ വേറൊരു അയാളെ ഡിഫെയിം ചെയ്യുന്ന രീതിയിൽ ഒരു തര കാര്യങ്ങളും നമുക്ക് സംസാരിക്കാനോ ഒരു എക്സ്പ്രസീവ് മോഡിൽ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പാടില്ല. അപ്പോൾ ഈവൻ ദോ നമുക്കൊരു ഫണ്ടമെന്റൽ റൈറ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ പോലും വേറൊരു വ്യക്തിയെ എടുക്കുമ്പോൾ അവരുടെ ഐഡന്റിറ്റീനെ അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റീനെ അത് ഏതെങ്കിലും രീതിയിൽ വയലേറ്റ് ചെയ്യപ്പെടുത്തുകയാണെങ്കിൽ ആ ഫണ്ടമെന്റൽ റൈറ്റ് അവിടെ പ്രോഹിബിറ്റഡ് ആവും അല്ലെങ്കിൽ അവിടെ ഇൻഫ്രിഞ്ച്ഡ് ആവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ത് പറ്റും? റെസ്ട്രിക്റ്റഡ് ആവും. ഒരു സർട്ടൻ മെഷർമെന്റിനപ്പുറം നമുക്ക് ആ ഫണ്ടമെന്റൽ റൈറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. This provision guarantees freedom of speech and expression to every citizen of India. However, the law may impose restriction on the scope of this freedom, considering the interest of integrity, security and sovereignty of the country. ഞാൻ പറഞ്ഞതുപോലെ ഈവൻ ദോ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പോലും, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട് 19 ക്ലോസ് 1 ക്ലോസ് എ നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ പോലും അതിന് അതിൻ്റെതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ആ സ്കോപ്പിൽ ഉണ്ട്. എന്തുകൊണ്ടാണ്? അത് എന്തിനെയൊക്കെ ബാധിക്കുമ്പോഴാണ് നമുക്ക് അവിടെ റെസ്ട്രിക്ഷൻസ് വരുന്നത്? അത് നമ്മുടെ ഇന്റഗ്രിറ്റീനെ, നമ്മുടെ നേഷന്റെ ഇന്റഗ്രിറ്റീനെയോ സെക്യൂരിറ്റീനെയോ സോവറിനിറ്റിനെയോ ഇത് എന്ത് തന്നെ ആയാലും അതിനെ ബാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് അവിടെ വെച്ച് റെസ്ട്രിക്റ്റഡ് ആവും. നമുക്കറിയാം, എമർജൻസി പീരീഡിൽ, ഇന്ദിരാഗാന്ധിയുടെ എമർജൻസി പീരീഡിൽ കുറേ റൈറ്റ്സ് എന്നല്ല, വെൻ പ്രസിഡൻഷ്യൽ റൂൾ വാസ് ഡിക്ലെയർഡ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാം ഡോർമെന്റ് സ്റ്റേറ്റിലേക്ക് പോയിരുന്നു. നത്തിങ് വാസ് ഫങ്ഷനബിൾ. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടം എടുത്താൽ പോലും നമുക്കറിയാം പല സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. പല സിറ്റുവേഷനുകളിൽ നമുക്ക് പലതും മീഡിയയ്ക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റാത്ത, അതായത് മീഡിയയ്ക്ക് റൈറ്റ്സ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രീതിയിൽ നമുക്കൊന്നും തന്നെ ഡയറക്റ്റ് ആയിട്ട് പറയാൻ പാടില്ല. കാരണം അതൊരു ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് ആവും. പല കേസുകൾ, പല ന്യൂസുകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇങ്ങനെ ഒരു ഇൻഡിവിജ്വൽ, ഇപ്പം നമ്മൾ ടേക്കിംഗ് ആൻ എക്സാമ്പിൾ, നമ്മളൊരു ഇൻഡിവിജ്വലിന്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ പലതും പത്രങ്ങളിൽ കാണാറുണ്ട്. ഇന്ന ആളെ കുറിച്ച് ഇന്നാൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തു, ആ സ്റ്റേറ്റ്മെന്റ് ഡെറഗേറ്ററിയും ഡെഫമേറ്ററി ആയതുകൊണ്ട് തന്നെ അവരുടെ പേരിൽ ലീഗൽ ആക്ഷൻ എടുത്തു. അവിടെ നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആവുകയാണ്. കാരണം നമ്മൾക്കത് യൂസ് ചെയ്യാൻ പരിമിതികളുണ്ട്. ബാക്കി ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുക്കുമ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഒരു വയലറ്റൈൽ വെപ്പനാണ്. ഈവൻ ദോ നമുക്ക് നമ്മുടെ റൈറ്റ് ആണെങ്കിൽ പോലും ഇറ്റ് ഈസ് എ ടു ഷാർപ്പ് എൻഡഡ് വെപ്പൺ. കാരണം നമ്മൾ വേറൊരാളിലേക്ക് അത് പോയിന്റ് ചെയ്യുമ്പോൾ തിരിച്ച് നമ്മളിലേക്കും അതിൻ്റെ എഫക്റ്റ് വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഈവൻ ദോ ഇറ്റ് ഈസ് ഗിവൻ ടു അസ് ബൈ ആ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മളത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കണം, വേറൊരു വ്യക്തിയെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ.
The exception further includes friendly relation with foreign nations, maintaining public order regarding the incitement to an offence, defamation or contempt of court. നമുക്കറിയാം contempt of court എന്ന് പറഞ്ഞാൽ കോടതി, അതായത് കോടതിയുടെ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കോടതിനെ ഇതാക്കുന്ന രീതിയിൽ, ഡിഫെയിം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഡിസൊബേ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ട് എടുത്തു കഴിഞ്ഞാൽ കോടതിക്ക് നമ്മുടെ മേലെ contempt of court ചാർജ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ കോടതിനെ ധിക്കരിക്കുന്ന ഒരു അറ്റംപ്റ്റ് ആണ് contempt നടക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് നമ്മുടെ കൺട്രിയുടെ സെക്യൂരിറ്റി, എക്സ്റ്റേണൽ സെക്യൂരിറ്റി, ഇന്റേണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്, നമ്മുടെ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എയിൽ നമുക്ക് തന്നിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ റെസ്ട്രിക്ഷൻ വരും. അതേപോലെ തന്നെയാണ് contempt of court ആണെങ്കിലും പിന്നെ പബ്ലിക് ഓർഡർ, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ ഒരു റൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് യൂസ് ചെയ്തിട്ട് നമ്മളൊരു പൊതുസ്ഥലത്തൊരു സ്പീച്ച് കൊടുക്കുകയാണ്, വെരി ഡെറഗേറ്ററി ആൻഡ് ഒരാളുടെ എനിമോസിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലൊരു സ്പീച്ച് കൊടുക്കുകയാണെങ്കിൽ അത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും, നമ്മുടെ ഗവൺമെന്റിന് പറ്റും. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടു എന്ന്. കാരണം അത് സ്റ്റേറ്റിന്റെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമാകുമ്പോൾ നമ്മുടെ ആ ഫണ്ടമെന്റൽ റൈറ്റ് റെസ്ട്രിക്ട് ചെയ്യാൻ ഗവൺമെന്റിന് റൈറ്റ് ഉണ്ട്. Article 19 Clause 1 Clause B, Freedom to Assemble. ഈ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് ബി എപ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഓർമ്മയുള്ളപ്പോൾ റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടിരുന്നത്? നമുക്കറിയാം കൊറോണ ടൈമിൽ അതേപോലെ തന്നെ ഒരു സിവിയർ ഔട്ട് ബ്രേക്സ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഫ്രീഡം ടു അസംബിൾ റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടിരുന്നു. അതായത് ഫ്രീഡം ടു അസംബിൾ, രണ്ടിൽ കൂടുതൽ ആൾക്കാരോ ഒരുമിച്ച് ഒത്തുകൂടുന്നത് റെസ്ട്രിക്ട് ചെയ്തിരുന്നു. നമുക്കറിയാം കൊറോണ ടൈമിൽ ആ ഔട്ട് ബ്രേക്കിന്റെ സമയത്ത് ഫ്രീഡം ടു അസംബിൾ എന്ന് പറയുന്ന നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് കൂടിയുള്ള നമ്മുടെ റൈറ്റ് റെസ്ട്രിക്ട് ചെയ്തിരുന്നു. വിത്ത് വാലിഡ് റീസൺസ് ഇതും റെസ്ട്രിക്ട് ചെയ്യാം. സോ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന അൺറെസ്ട്രിക്റ്റബിൾ ആണെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ടു എ ലിമിറ്റേഷൻ ഇറ്റ് ഇസ് ഫോർ അസ്. പക്ഷെ ടു എ ലിമിറ്റേഷൻ ഒരു പരിധി വിടുമ്പോൾ ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു ഇമ്പോസിങ്, അതായത് നമ്മുടെ ഫുൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഇമ്പോസ് ചെയ്യണമെങ്കിൽ ഇമ്പോസ് ചെയ്യാം. This provision guarantees each individual the freedom to assemble peacefully without arms. However, reasonable restrictions may be imposed considering the interest of the sovereignty and integrity of the country and to maintain public order. അതായത് നമ്മുടെ രാജ്യത്തിന്റെ പബ്ലിക് ഓർഡറിനും അതേപോലെ തന്നെ ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെറിയ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് നമ്മുടെ ഗവൺമെന്റിന് ഈ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റുമ്പോൾ കൊണ്ടുവരാം. എന്തെങ്കിലും ഒരു ത്രെറ്റ് അറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? നമുക്ക് അസംബിൾ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എങ്ങനെ? പീസ്ഫുൾ മാനറിൽ, വിത്തൗട്ട് എനി വെപ്പൺസ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വെപ്പൺസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ത്രെറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് റൈറ്റ് ഇല്ല. അത് നമ്മുടെ ഈ ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യില്ല. അല്ലാത്ത പക്ഷം മാത്രമാണ് നമ്മുടെ അസംബിൾ, അതായത് നമ്മുടെ ഫ്രീഡം ടു അസംബിൾ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് ബിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് സി, ഫ്രീഡം ടു ഫോം അസോസിയേഷൻ ഓർ യൂണിയൻ ഓർ കോർപ്പറേറ്റീവ് സൊസൈറ്റി. നമുക്കറിയാം, നമ്മൾ ഏതൊരു ഇതെടുത്താലും, അതായത് ഇപ്പോൾ ബാങ്ക് എടുത്താലും ഏതെങ്കിലും ഒരു വർക്കിംഗ് ഗ്രൂപ്പ് എടുത്താലും, ഇപ്പോൾ അഡ്വക്കേറ്റ്സ് എടുത്താലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ PSCയുടെ അണ്ടറിൽ ഓഫീസിലുള്ള മെമ്പേഴ്സിന് എടുത്താലും അങ്ങനെ പല ഗ്രൂപ്പുകൾക്കും യൂണിയൻസ് ഉണ്ട്. അത് യൂണിയൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ട്രിബ്യൂണൽ, ഒരു ബോഡിയാണത്. അപ്പോൾ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് സിയിലാണ് നമുക്ക് അങ്ങനത്തെ യൂണിയൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള റൈറ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്നത്. എന്താണ് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് സി പ്രൊവൈഡ് ചെയ്യുന്നത്? അത് ഫ്രീഡം ടു ഫോം അസോസിയേഷൻ, ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ഫോം ചെയ്യാൻ, അല്ലെങ്കിൽ യൂണിയൻ അല്ലെങ്കിൽ കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യാൻ നമുക്ക് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് സിയിൽ റൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. This provision allows the citizens of India to form association, union or cooperative society, but with certain exceptions considering the integrity and security of the country and the maintenance of the public order. ഇവിടെയും റെസ്ട്രിക്ഷൻ പറഞ്ഞു പോകുന്നുണ്ട്. അതായത് നമുക്ക് ഇങ്ങനത്തെ യൂണിയനും കമ്മ്യൂണിറ്റിയും അസോസിയേഷനും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫണ്ടമെന്റൽ റൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അത് നമ്മുടെ രാജ്യത്തിന്റെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട, അതായത് രാജ്യത്തിന്റെ സൊസൈറ്റിയുടെ ഓർഡർ, ലോ ആൻഡ് ഓർഡറോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയോ ബാധിക്കുകയാണെങ്കിൽ, പബ്ലിക് ലോ ആൻഡ് ഓർഡറോ സെക്യൂരിറ്റിയോ ബാധിക്കുകയാണെങ്കിൽ അവിടെയും നമ്മുടെ ഗവൺമെന്റിന് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാം. അല്ലാത്ത പക്ഷം നമുക്ക് ഫ്രീഡം ഉണ്ട്. എന്തിന്? ടു ബ്രിങ് അപ്പ് ഓർ ടു ഫോം അസോസിയേഷൻ ഓർ എ യൂണിയൻ ഓഫ് എ ബോഡി. ഇതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ അസോസിയേഷൻ ഒരിക്കലും ഒരു ത്രെറ്റ് ആയിരിക്കരുത് നമ്മുടെ ഗവൺമെന്റിനോ അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് ഓർഡറിനോ ഇമ്പോസ് ചെയ്യുന്നത്. അത് മേക്ക് ഷുവർ ചെയ്തിട്ട് മാത്രമാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്.
ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് ഡി, ഫ്രീഡം ടു മൂവ് ഫ്രീലി. നമുക്കറിയാം, ഒരിക്കലും ഇപ്പൊ കേരളം, തമിഴ്നാട്, കർണാടക, രാജസ്ഥാൻ എന്ന് പറയുന്ന നമുക്ക് ഓരോ സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യാൻ നമുക്ക് വീസ വേണ്ട. വി ഹാവ് ദ ഫ്രീഡം ടു മൂവ്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ നമുക്ക് പെർമിഷൻ വേണ്ട. കാരണം വിത്തിൻ ഇന്ത്യ നമുക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഈ ആർട്ടിക്കിളാണ് ആ ഫ്രീഡം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് ഡി ടോക്സ് അബൌട്ട് ഫ്രീഡം ടു മൂവ് ഫ്രീലി. This provision states that the citizen of India can move freely throughout the territory of India. However, this freedom may be restricted on the ground of security, public order, or for safeguarding the interest of the scheduled tribe. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നമുക്ക് ഇന്ത്യയുടെ പെർമീറ്റർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ ടെറിട്ടറീസ് എടുക്കുമ്പോൾ ഇന്ത്യയിൽ നമുക്ക് വിത്തിൻ ഇന്ത്യ നമുക്ക് എവിടെ മൂവ് ചെയ്യാനും നമുക്ക് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് ഡി റൈറ്റ് തരുന്നുണ്ട്. പക്ഷെ എന്നാൽ തന്നെ റീസണബിൾ റെസ്ട്രിക്ഷൻ നമ്മുടെ ഗവൺമെന്റിന് വെക്കാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എന്താണ്? ട്രൈബൽ ഗ്രൂപ്പ്സ്. ചില ഭാഗങ്ങളിലേക്ക് അവർക്ക് റിസർവ്ഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും. അപ്പോൾ അവിടേക്ക് കൈ കടത്താനോ അവിടേക്ക് കയ്യേറാനോ നമുക്ക് പെർമിറ്റ് ഉണ്ടാവില്ല. അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് മാറ്റിവെച്ച് നമുക്ക് ഇന്ത്യയുടെ ജൂറിസ്ഡിക്ഷനിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ടെറിട്ടറിയിൽ ഏതൊരു ഭാഗത്തേക്കും ട്രാവൽ ചെയ്യാൻ നമുക്ക് മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, അതിനുള്ള ഫ്രീഡം നമുക്ക് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് ഡി തരുന്നുണ്ട്. So next one is Article 19 clause 1 clause E. Article 19 clause 1 clause E പറയുന്നത് എന്താണ്? ഫ്രീഡം ഓഫ് റെസിഡൻസ്. അതായത് ഇന്ത്യയുടെ ടെറിട്ടറി എടുക്കുമ്പോൾ ഇന്ത്യയുടെ ഏതൊരു ഭാഗത്തും നമുക്ക് വീട് വെക്കാൻ അല്ലെങ്കിൽ നമുക്ക് റിസൈഡ് ചെയ്യാനുള്ള നമുക്കുള്ള ഫ്രീഡം തരുന്നുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്. അതായത് നമുക്കൊരിക്കലും ഇപ്പൊ കേരളത്തിൽ നമ്മൾ ജനിച്ചു അല്ലെങ്കിൽ കേരളത്തിലാണ് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഉള്ളത് എന്ന് വെച്ചിട്ട് കേരളത്തിൽ മാത്രമല്ല നമുക്ക് വീട് വെക്കാൻ പെർമിറ്റ് ഉള്ളത്, നമുക്ക് എവിടെ വേണേലും വെക്കാം. ഒരു സമയം വരെ നമുക്ക് ജമ്മു ആൻഡ് കാശ്മീർ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ അങ്ങനെയല്ല, നമുക്കറിയാം. അപ്പോൾ ഫ്രീഡം ഓഫ് റെസിഡൻസ് എന്ന് പറയുന്നത് നമുക്ക് റിസൈഡ് ചെയ്യാൻ, ഇന്ത്യയിലെ ഏതൊരു ഭാഗത്തും റിസൈഡ് ചെയ്യാൻ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്ന റൈറ്റ് ആണ് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് ഇ. This provision states that all the citizens of India have the right to reside in any part of the country. However, this freedom may be restricted on the ground of security, public order, or for safeguarding the interest of the scheduled tribes. അപ്പോൾ ഇതിലും സെയിം സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് എക്സെപ്ഷൻ വരുന്നത്. അതായത് നമുക്ക് ഏതൊരു വ്യക്തിക്കും എവിടെ വേണമെങ്കിലും റിസൈഡ് ചെയ്യാനുള്ള ഫ്രീഡം നമുക്ക് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് ഇ തരുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ സെക്യൂരിറ്റി പർപ്പസിനോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അതായത് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ ബേസിക്, അതായത് സർട്ടൻ റിലേഷൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു റീസൺ കാര്യം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാം. അല്ലാത്ത പക്ഷം നമുക്ക് എവിടെ റിസൈഡ് ചെയ്യാനും നമുക്ക് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് ഇ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് ഇ എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് റെസിഡൻസ് ആണ്. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് ജി, ഫ്രീഡം ഓഫ് പ്രൊഫഷൻ. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് ജി പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രീഡം ഓഫ് പ്രൊഫഷൻ ആണ്. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഏതൊരു വ്യക്തിക്കും ഏതൊരു പ്രൊഫഷൻ ഏറ്റെടുക്കാനും ഏതൊരു പ്രൊഫഷനിൽ ഇൻഡൾജ് ചെയ്യാനും നമുക്കൊരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻ ഇല്ല. ആൺകുട്ടിയാണെങ്കിൽ എഞ്ചിനീയറിംഗ് മാത്രം, പെൺകുട്ടിയാണെങ്കിൽ മെഡിസിൻ മാത്രം, അങ്ങനെ ഒരു രീതിയിലും നമുക്ക് സെഗ്രിഗേഷനോ ഒരു രീതിയിൽ ഡിഫറൻസിയേഷനോ ഇല്ല. നമുക്ക് ഏതൊരാൾക്കും ഏതൊരു പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യാനും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഫ്രീഡം തരുന്നുണ്ട്. ആ ഫ്രീഡം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 19 clause 1 clause G. This provision states that all citizens have the right to carry on any trade or profession or occupation provided that such trade or profession or occupation is not illegal or immoral. അപ്പോൾ എന്താണ് അതിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്? ഏതൊരു വ്യക്തിക്കും ഏതൊരു പ്രൊഫഷനും ഏതൊരു ട്രേഡും ഏതൊരു ഒക്യുപ്പേഷൻ ചെയ്യാൻ നമുക്ക് ഫ്രീഡം ഉണ്ട്, നമുക്ക് പെർമിറ്റ് ഉണ്ട്. ഇതിനപ്പുറം അത് നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ട്രേഡ് ഒരിക്കലും ഇല്ലീഗലോ ഓർ ഇമ്മോറലോ ആയിക്കൂടാ. ഇല്ലീഗലോ ഇമ്മോറലോ ആയോ നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന് അതിൽ കൈ കടത്താനുള്ള റീസണബിലിറ്റി ഉണ്ട്. അല്ലാത്ത പക്ഷം ഏതൊരു പ്രൊഫഷനും ഏതൊരു ട്രേഡും ഏതൊരു ഒക്യുപ്പേഷനും പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഫ്രീഡം ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് ജിയിൽ തരുന്നുണ്ട്. until and unless we are indulging into any kind of immoral or illegal activity. Also, the law does not prohibit the state from making laws related to technical or professional qualification that are required for practicing the occupation or trade. ഇനി നമുക്ക് വേറൊരു കാര്യം അറിയാം. അതായത് ഏതൊരു ജോബിനും ഇപ്പൊ ഈ ഒരു ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് ജി ഒരിക്കലും ഒരു പ്രൊഫഷനെ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. ഏത് പ്രൊഫഷനെയാണ് അത്? ഗവൺമെന്റിന്. ഇപ്പൊ ഗവൺമെന്റിന് സർട്ടൻ ജോബിന് സർട്ടൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ലേബലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്ന ജോബിന് ഇന്ന പ്രൊഫഷന് ഇന്ന ക്വാളിഫിക്കേഷൻ വേണം എന്ന് സ്റ്റേറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്
ആയിട്ട് ഒരു രീതിയിലും റെസ്ട്രിക്ഷൻ 19 ക്ലോസ് 1 ക്ലോസ് G വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന് അതിൻ്റെതായിട്ടുള്ള പെർമിറ്റ് ഉണ്ട്. എന്തിന്? സർട്ടൻ ക്വാളിഫിക്കേഷൻ, ഓരോ പ്രൊഫഷൻ അനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ സ്റ്റേറ്റ് ഔട്ട് ചെയ്യാനുള്ള റൈറ്റ് ഗവൺമെന്റിനുണ്ട്. അത് ഒരിക്കലും ഈ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുന്ന പ്രൊഫഷൻ ആയിരിക്കില്ല. നമുക്ക് ഏതൊരു പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നമുക്ക് ഏതൊരു ട്രേഡിലോ ഏതൊരു ഒക്യുപ്പേഷനിലോ പ്രാക്ടീസ് ചെയ്യാനും പ്രീച്ച് ചെയ്യാനും ഉള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ക്വാളിഫിക്കേഷൻ ഫിക്സ് ചെയ്യുന്നതിൽ അതിലൊരു രീതിയിലുള്ള വയലേഷൻ വരുന്നില്ല. ആർട്ടിക്കിൾ 20 പ്രൊട്ടക്ഷൻ ഓഫ് സിറ്റിസൺ ഇൻ കേസ് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്. ഈ ആർട്ടിക്കിൾ നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ടതാണ്. അതായത് നമ്മുടെ എക്സാം പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിലും പേഴ്സണൽ പെർസ്പെക്റ്റീവ്. ആർട്ടിക്കിൾ 20 എന്താണ് പറയുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് സിറ്റിസൺ ഇൻ കേസ് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്. ഒരു പ്രതി അല്ലെങ്കിൽ ഒരു ഒഫൻസ് ചെയ്ത ഒരു വ്യക്തിയെ കൺവിക്ട് എന്നാണ് നമ്മൾ വിളിക്കുക. ആ ഒരു വ്യക്തിയുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്ന സെക്ഷനാണ്, അല്ലെങ്കിൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20. പ്രൊട്ടക്ഷൻ ഓഫ് സിറ്റിസൺസ് ഇൻ കേസ് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസ്. ഒരു ഒഫൻസിന് കൺവിക്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20. This provision deals with the protection of citizen in respect of conviction for offences. It mentions 3 kinds of protection to the individual against the state. They are retrospective criminal legislation, double jeopardy, and prohibition against self-incrimination. ഈ മൂന്ന് പ്രൊവിഷൻ നിന്നും ആർട്ടിക്കിൾ 20 ഒരു വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഡബിൾ ജെപ്രഡി എന്ന് പറഞ്ഞാൽ ഒരു കേസിന് ഒരു പ്രാവശ്യം പണിഷ് ചെയ്ത ഒരു വ്യക്തിക്ക് വീണ്ടും ആ സെയിം ഒഫൻസിന് ഒന്നുകൂടെ പണിഷ്മെന്റ് കൊടുക്കാൻ പാടില്ല. വൺസ് ഒരിക്കൽ ഒരാള് ഒരു ഫുൾ ട്രയൽ പ്രൊസീജിയർ, ഒരു ആക്ട് കമ്മിറ്റ് ചെയ്ത് ഫുൾ ട്രയൽ പ്രൊസീജിയറിൽ കൂടെ ഗോ ത്രൂ ചെയ്ത് അയാൾക്ക് പണിഷ്മെന്റ് കിട്ടി. അത് കഴിഞ്ഞ് അയാൾ ആ കോഴ്സ് ഓഫ് ടൈം കംപ്ലീറ്റ് ചെയ്ത് പുറത്തോട്ട് വന്നാൽ വീണ്ടും ആ സെയിം ഒഫൻസിന് സെയിം ടൈം ഓഫ് പണിഷ്മെന്റ് അയാൾക്ക് കൊടുക്കാൻ പാടില്ല. അത് അയാളുടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷനാണ്. ഡബിൾ ജെപ്രഡി എന്ന് പറയുന്ന ആർട്ടിക്കിൾ 20 അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അഗെയിൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ ആൻഡ് റെട്രോസ്പെക്റ്റീവ് ക്രിമിനൽ ലെജിസ്ലേഷൻ. ഏതെങ്കിലും രീതിയിൽ തിരിച്ചു ബാധിക്കുന്ന റെട്രോസ്പെക്റ്റീവ് ലെജിസ്ലേഷനോ സെൽഫ് ഇൻക്രിമിനേഷനോ ആ വ്യക്തിയെ ഗോത്രൂ ചെയ്യിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ റൈറ്റ്സ് എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ആർട്ടിക്കിൾ 20 കീഴിലാണ് പ്രൊട്ടക്ഷൻ ഓഫ് സിറ്റിസൺ ഇൻ കേസ് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ് പറയുന്നത്. ആർട്ടിക്കിൾ 21 വെരി 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 ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ. റൈറ്റ് ടു ലൈഫ്. അതായത് ഏതൊരു വ്യക്തിക്കും ഡിഗ്നിഫൈഡ് ആയിട്ട് നമ്മുടെ രാജ്യത്ത് ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കാനുള്ള റൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ടിക്കിൾ 21 ആണ്. നമ്മൾ ആർട്ടിക്കിൾ 21 മാത്രം എടുത്താൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ കേസ് ലോസ് ഇതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്. This provision states that no individual must be deprived of his life and personal liberty by the state except as per the procedure laid down by the law. ഏതൊരു വ്യക്തിയും ഇന്ത്യയുടെ കീഴിൽ അല്ലെങ്കിൽ ഇന്ത്യൻ രാജ്യത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് കീഴിൽ വരുന്ന ഏതൊരു വ്യക്തിക്കും ഒരിക്കലും ഒരു രീതിയിലും അയാളുടെ റൈറ്റ് ടു ലൈഫ് ഡിപ്രൈവ് ചെയ്യാൻ നമുക്ക് ആർക്കും അനുമതിയില്ല. We all have to make sure that the person have the right to live a dignified life in our country. അപ്പോൾ this provision states that no individual must be deprived of his life and personal liberty by the state except as per the procedure laid down by the law. അതായത് ലോ സർട്ടൻ ആയിട്ട് എന്തെങ്കിലും ഒരു എക്സെപ്ഷൻ, എന്തെങ്കിലും ഒരു ലോ അല്ലെങ്കിൽ ലെജിസ്ലേഷൻ ഇതിന് മറിച്ചായി പറയാത്ത പക്ഷം ഒരു വ്യക്തിയുടെ റൈറ്റ് ടു ലൈഫ് വയലേറ്റ് ചെയ്യാൻ നമുക്ക് ആർക്കും അനുമതിയില്ല. Right to life does not mean merely living. It states that an individual must lead a dignified life. റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ജീവിക്കുക എന്ന് മാത്രമല്ല, അയാൾ ഒരു ഡിഗ്നിഫൈഡ് ലൈഫാണ് ജീവിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. റൈറ്റ് ടു ലൈഫ് ജസ്റ്റ് ഡസൻ അമൗണ്ട് ജസ്റ്റ് ലിവിങ്. അതിൻ്റെ കൂടെ തന്നെ ഡിഗ്നിഫൈഡ് ലൈഫ് ആയിരിക്കണം എന്നും കൂടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. The said article has a very wide scope and its interpretation has been molded continuously over the decades. ഇതുകൊണ്ട് തന്നെ റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞ സ്പെസിഫിക് ആർട്ടിക്കിൾ തന്നെ കുറേ ഇന്റർപ്രിട്ടേഷൻസ് വന്നിട്ടുണ്ട്. കാരണം ഡസ് റൈറ്റ് ടു ലൈഫ് അമൗണ്ട് റൈറ്റ് ടു ലൈവ്ലിഹുഡ്? ഒരു വ്യക്തിക്ക് സാധാരണ ഒരു ബേസിക് പേ, അതായത് ഒരു ബേസിക് പേ അല്ലെങ്കിൽ ഒരു ബേസിക് ലൈവ്ലിഹുഡ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന റൈറ്റ് അയാൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ക്വസ്റ്റ്യൻസും ആർട്ടിക്കിൾ 21 കണക്ട് ചെയ്തിട്ട് പല ഇന്റർപ്രിട്ടേഷൻസും വന്നിരുന്നു. കാരണം ഒരാൾക്ക് റൈറ്റ് ടു ലൈഫ് മിയർലി പോരാ, റൈറ്റ് ടു ലൈഫിന്റെ കൂടെ തന്നെ അയാൾ ഡിഗ്നിഫൈഡ് ലൈഫ് ആയിരിക്കണം ജീവിക്കാൻ. അപ്പോൾ പല ഫാക്ടേഴ്സും അതിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ പല ഇന്റർപ്രിട്ടേഷനും ഈ ആർട്ടിക്കിൾ ഫേസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. Article 21A. Free education for children of 6 to 14 years of age.
ഈ ആൽഫബറ്റ് എ ക്യാപിറ്റൽ ലെറ്റേഴ്സ് നമ്മൾ കാണുമ്പോൾ അത് അമെൻഡ് ചെയ്ത് കയറ്റുമ്പോഴാണ് അങ്ങനെ ആൽഫബറ്റ്സ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്പറിന് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ആൽഫബറ്റ്സ് ക്ലോസ് ഇട്ടിട്ടല്ല, പക്ഷെ മിയർ ആൽഫബറ്റ്സ് കാണുമ്പോൾ നമ്മൾ അത് അമെൻഡ് ചെയ്ത് കയറ്റിയതാണെന്ന് ഓർക്കണം. ആർട്ടിക്കിൾ 21A പറയുന്നത് എന്താണ്? ഫ്രീ എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ഓഫ് 6 to 14 years of age. 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് 21A. This provision was inserted in the Constitution by the 86th Constitutional Amendment Act in 2002. അപ്പോൾ ഏത് അമെൻമെന്റിൽ കൂടെയാണ് ആർട്ടിക്കിൾ 21A കൊണ്ടുവന്നത്? അത് 86th അമെൻമെന്റിൽ കൂടെയാണ്. It mentions that the state must provide free and compulsory education to all children between the age of 6 and 14. ഇത് പ്രകാരം ഓരോ സ്റ്റേറ്റും ഡ്യൂട്ടീഡ് ആണ് അതായത് അവരവരുടെ സ്റ്റേറ്റുകളിൽ 6 തൊട്ട് 14 വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ടും കമ്പൽസറി ആയിട്ടും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. അത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആർട്ടിക്കിൾ 22 പ്രൊട്ടക്ഷൻ അഗേൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സർട്ടൻ കേസസ്. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ അയാളെ ഡീറ്റെയിൻ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അയാളുടെ ക്ലോസ് റിലേറ്റീവ് അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ടിനെ ഇൻഫോം ചെയ്യുക അറസ്റ്റിനെ കുറിച്ച്, 24 hours ഉള്ളിൽ അയാളുടെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യുക. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ഡീറ്റെയിൻ ചെയ്യുമ്പോൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങൾ അയാളെ എവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്? ആർട്ടിക്കിൾ 22 അയാളുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, അയാൾക്കുള്ള റൈറ്റ്. അയാളെ അറസ്റ്റ് ചെയ്യുമ്പോഴും അയാളെ ഡീറ്റെയിൻ ചെയ്യുമ്പോഴും ഒരു പോലീസ് അല്ലെങ്കിൽ ഈ അറസ്റ്റ് ചെയ്യുന്ന വ്യക്തി പാലിക്കേണ്ട കാര്യങ്ങൾ പാലിച്ചില്ലെങ്കിൽ അത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് വയലേഷൻ ആയിപ്പെടും. അപ്പോൾ ഒരു അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയുടെ ആർട്ടിക്കിൾ ഏതാണ്? അയാളുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 22. This provision is extended to both citizen and non-citizen. ഇത് വെറും സിറ്റിസൻസിന്, ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമല്ല, ഈവൻ നോൺ സിറ്റിസൻസ്, അതായത് ഒരു ഫോറിനറിന് പോലും എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 22. It provides certain procedural safeguard to people in case of an arrest. It is pertinent to note that this provision is not a fundamental right against detention and arrest. This right aims to prevent arbitrary arrest and detention. ഒരിക്കലും ഒരാളെ അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ആർട്ടിക്കിൾ അല്ല ഇത്. ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ പ്രൊവിഷനും ഉണ്ട്. ഒരിക്കലും ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അയാൾക്ക് അറസ്റ്റ് പ്രിവെന്റ് ചെയ്യാനുള്ള ആർട്ടിക്കിൾ അല്ല, മറിച്ച് അയാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ സ്പെസിഫിക് റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടാണ്ടിരിക്കാൻ, അല്ലെങ്കിൽ ഈ അറസ്റ്റ് ചെയ്യുന്ന വ്യക്തി അയാളുടെ പവർ ഒരു രീതിയിലും മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 22. അപ്പോൾ മനസ്സിലാക്കണം, ആർട്ടിക്കിൾ 22 എന്ന് പറയുന്നത് അറസ്റ്റിനെതിരെയുള്ള പ്രിവെൻഷൻ അല്ല, പക്ഷെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ അറസ്റ്റ് ചെയ്യുന്ന വ്യക്തി അവരുടെ പവർ മിസ്യൂസ് ചെയ്യാതെ, ഇയാളുടെ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 22. So this right aims to prevent arbitrary arrest and detention. This provision does not include the people arrested under preventive detention law and enemy alien. പക്ഷേ ഈ ആർട്ടിക്കിൾ 22 എന്ന് പറയുന്ന ആരെയൊക്കെ ബാധിക്കില്ല? അതായത് ഒരു വ്യക്തിയെ പ്രിവെന്റീവ് ഡിറ്റൻഷന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്ന, അതായത് അയാളെ പ്രിവെന്റ് ചെയ്യാനുള്ള ഓർഡർ വന്നിട്ട് പ്രിവെന്റീവ് ഡിറ്റൻഷനിൽ നമ്മൾ അറസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയും, ഏലിയൻ എനിമി, ഇപ്പോൾ വാർ ഡിക്ലെയർ ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തിൽ നുഴഞ്ഞു കയറുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ടെററിസ്റ്റ്, അല്ലെങ്കിൽ ചില രാജ്യങ്ങൾ നമ്മൾ ഓൾറെഡി എനിമി കൺട്രീസ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അവരുടെ വ്യക്തികൾ അല്ലെങ്കിൽ ആ രാജ്യത്തിലെ വ്യക്തികൾ ഇല്ലീഗലായിട്ട് നമ്മുടെ രാജ്യത്തിൽ കൈകയറുമ്പോൾ അല്ലെങ്കിൽ ഉള്ളിലേക്ക് വരുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആർട്ടിക്കിൾ 22 അപ്ലിക്കബിൾ അല്ല. ഒരു ഏലിയൻ എനിമിക്ക് ആയിക്കോട്ടെ, ഒരു പ്രിവെന്റീവ് ഡിറ്റൻഷൻ അണ്ടറിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആയിക്കോട്ടെ, അവർക്ക് ആർട്ടിക്കിൾ 22 എന്ന് പറയുന്നത് ഡയറക്ട്ലി അപ്ലിക്കബിൾ അല്ല. This article further provides the following. അപ്പോൾ ആർട്ടിക്കിൾ 22ന്റെ അണ്ടറിൽ നമുക്ക് 2-3 ക്ലോസുകൾ ഡിഫറൻസ് ആയിട്ടുണ്ട്. അതായത് ആർട്ടിക്കിൾ 22 ക്ലോസ് 1. This provision states that any individual who is in custody has to be informed as to why they have been arrested. Also, they must not be denied the rights to consult a lawyer. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അത് നമ്മളോട് പറയും. ഇപ്പം നമ്മൾ മൂവീസൊക്കെ കാണുമ്പോൾ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ അവർ പറയില്ലേ, യു ഹാവ് ദ റൈറ്റ് ടു റിമെയിൻ സൈലന്റ്, യു ഹാവ് ദ റൈറ്റ് ടു ഹാവ് എ അറ്റോർണി എന്നൊക്കെ പറയുന്ന പോലെ. അതേപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും നമുക്ക് കുറച്ച് റൈറ്റ്സ് ആർട്ടിക്കിൾ 22ന്റെ അണ്ടറിൽ തരുന്നുണ്ട്. അതായത് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനാ അയാളെ അറസ്റ്റ് ചെയ്തു എന്നും അയാൾക്കുള്ള റൈറ്റ്സ് നമ്മൾ പറഞ്ഞു കേൾപ്പിക്കുകയും വേണം. അതേപോലെ തന്നെ അയാൾക്ക് റൈറ്റ് ടു ഹാവ് എ ലോയർ, അതിനുമുള്ള റൈറ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമുക്ക് തരുന്നുണ്ട്. അത് ആർട്ടിക്കിൾ 22 ക്ലോസ് 1 പറയുന്നത്. Article 22 Clause 2.
This provision states that the arrested individual should be produced before a judicial magistrate within 24 hours of their arrest. This provision further states that no individual who has been arrested can be held in custody for more than the period fixed by the judicial magistrate. ആർട്ടിക്കിൾ 22 ക്ലോസ് 2 പറയുന്നത് എന്താണ്? ഒരു വ്യക്തി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 24 മണിക്കൂറിന് ഉള്ളിൽ അയാളെ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കണം. അത് നിർബന്ധമാണ്. ഇൻ കേസ് ഇനി ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അത് ഇൻഫോം ചെയ്തിരിക്കണം. അത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് വയലേഷൻ ആണ് അങ്ങനെ ഹാജരാക്കപ്പെട്ടില്ലെങ്കിൽ. അതേപോലെ തന്നെ വേറൊരു കാര്യം ആർട്ടിക്കിൾ 22 ക്ലോസ് 2 പറയുന്നുണ്ട്. അതായത് ദിസ് പ്രൊവിഷൻ ഫർദർ സ്റ്റേറ്റ്സ് ദാറ്റ് no individual who has been arrested can be held in custody for more than the period fixed. ഓൾറെഡി അതായത് ഒരു സ്പെസിഫിക് പീരിയഡ് ഉണ്ട് നമ്മൾ അറസ്റ്റ് ചെയ്താൽ കസ്റ്റഡിയിൽ വെക്കേണ്ടത്. ആ സ്പെസിഫിക് പീരിയഡ് നമുക്ക് ഒരിക്കലും എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല. ആ സ്പെസിഫിക് പീരിയഡിനുള്ളിൽ തന്നെ നമ്മൾക്ക് അടുത്ത മെഷർമെന്റ് നോക്കണം. അല്ലെങ്കിൽ ഈ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫിക്സ് ചെയ്യുന്ന പീരിയഡിനുള്ളിലുള്ള പീരിയഡെ നമുക്ക് കസ്റ്റഡിയിൽ അല്ലെങ്കിൽ നമ്മളെ ഡീറ്റെയിനിൽ വെക്കാൻ പാടുള്ളൂ. അതിനപ്പുറം ഡീറ്റെയിൻ ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ പെർമിറ്റ് വേണം. ആരുടെ കയ്യിൽ നിന്ന്? ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഈ ആർട്ടിക്കിൾസ് എന്തൊക്കെയാണ് മേക്ക് ഷുവർ ചെയ്യുന്നത്? ഈ ആർട്ടിക്കിൾസ്, അതായത് ആർട്ടിക്കിൾ 22ന്റെ അണ്ടറിൽ വരുന്ന ഈ ക്ലോസുകളൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നത് ആരും അവരുടെ പവർ, നമ്മുടെ എക്സിക്യൂട്ടീവ് ബോഡീസ് ആരും തന്നെ അവരുടെ പവർ ആർബിട്രറി ആയിട്ട് കൺസിഡർ ചെയ്ത് അവർക്ക് സ്വമേധയാൽ അവർക്ക് ആക്ഷൻസ് എടുക്കാൻ ഒരിക്കലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അവർക്ക് അനുമതി കൊടുക്കുന്നില്ല. അപ്പോൾ ഏതൊരു വ്യക്തിയും, അൺലൈക്ക് വെദർ ഹീസ് അറസ്റ്റഡ് ഓർ വെദർ ഹീസ് എ നോർമൽ സിറ്റിസൺ, എല്ലാവർക്കും അവരവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നതാണ്. ഈവൻ അറസ്റ്റഡ് പേഴ്സൺ ഹാവ് ദെയർ ഓൺ റൈറ്റ്സ്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്ത്. നമ്മൾ ഫ്രീഡം ആണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് റൈറ്റ് ഓഫ് എ പേഴ്സൺ ഹു ഇസ് ബീങ് അറസ്റ്റഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ക്വസ്റ്റൻ ആൻസർ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെയും കൂടെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ് വരെ കാണാം. ഓൾ ദി ബെസ്റ്റ്.